നമസ്കാരം. യാത്രാ ടുഡേ ദിൽഷാദിനെ കുറിച്ച് ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരല്പം മുമ്പ്. ആ വീഡിയോയിൽ കുറച്ച് തെറ്റുകളുണ്ട്. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അത് ഡിലീറ്റ് ചെയ്യുന്നില്ല, മറ്റേ വീഡിയോ. കാരണം എനിക്ക് മേഘാലയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങൾ, കുറച്ച് വിവരങ്ങൾ എന്ന് പറയുന്നത് അത് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ്. ഒരു പഴയകാല ബ്ലോഗർ എന്ന നിലയിൽ എൻ്റെ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് അവിടുത്തെ ഭാഷയൊന്നും എനിക്കറിയില്ല. ഹിന്ദി തന്നെ അംകോ ടീക്സ് ഹിന്ദി മാലും, അതാണ് നമ്മുടെ അവസ്ഥ. അറിയാവുന്നതനുസരിച്ചിട്ട് എനിക്ക് കിട്ടിയ വിവരം ഉൾക്കാട്ടിലാണ്. അതായത് പെട്ടെന്ന് ആളും മനുഷ്യനും ചെല്ലാത്തൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടതാണ്. കണ്ടില്ല, അപകടത്തിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. പിന്നെ ഏതോ യാത്രികൻ അതുവഴി പോയപ്പോൾ അത് കണ്ട് അവര് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചതാണ്. പരിക്ക് ഗുരുതരമാണ് എന്നൊക്കെയാണ് കേട്ടത്. എന്നാൽ ആ വീഡിയോ പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ മറ്റു ചില വിവരങ്ങൾ എന്നെ തേടിയെത്തി. ഞാൻ ഇതിനിടയിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് പോയതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാൻ കഴിയാതെ പോയത്. ഇപ്പം അറിയുന്ന വിവരം എന്ന് പറയുന്നത് അപകടം ഉണ്ടായത് ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്. ഉൾവനത്തിലെന്നല്ല, ഉൾനാടൻ ഗ്രാമത്തിലാണ്. അപകടം നടന്ന സ്ഥലം പെട്ടെന്ന് കാണാൻ കിട്ടുന്ന സ്ഥലമല്ല. അപകടം റോഡിൽ നിന്ന് വിട്ടായതുകൊണ്ട് റോഡിൽ പോകുന്നവർ അങ്ങനെ കണ്ടിട്ടില്ല. എത്ര സമയം കിടന്നു എന്നറിയില്ല. ഏതായാലും വലിയ പരിക്കില്ല എന്നതുകൊണ്ട് അധിക ദിവസം കിടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ വലിയ പരിക്കില്ല എന്നാണ് കേട്ടത്. തലയ്ക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട്. അത് വീണത് കൊണ്ടായിരിക്കാം. പിന്നെ സേഫ്റ്റി ആയിട്ടാണ് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ പരിക്കുണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ശരീരത്തൊക്കെ ചെറിയ പരിക്കുകളുണ്ട്, ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നതാണ് നിലവിലെ അവസ്ഥ എന്ന് കേട്ടു. പിന്നെ ശരീരത്ത് നീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മളെ മലയാള സുഹൃത്തുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ വീഡിയോ ഞാൻ കണ്ടു. അതിൽ അവർ പറഞ്ഞത് ദിൽഷാദിന് ഇപ്പോൾ പ്രയാസമൊന്നുമില്ല, സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു സ്കാനിങ് ബാക്കിയുണ്ട്. ആ സ്കാനിങ് കൂടെ കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പിച്ചിട്ട് പോരാം, അല്ലെങ്കിൽ ചികിത്സ കഴിഞ്ഞ് പോരാം എന്നാണ്. ഏതായാലും ഒരു ആശ്വാസമുള്ളത്, വെൽക്കം ബാക്ക് അഗൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ദിൽഷാദ് മേഘാലയയിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങുമെന്നതാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരുമല്ലെന്ന് അറിയില്ല, ചിലപ്പോൾ വന്നിട്ട് പോകുമായിരിക്കും. ഇവന്റെ കയ്യിലുള്ള ഒരു കുഴപ്പം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതൊരു കുഴപ്പമല്ല, ഒരു വല്ലാത്തൊരു ധൈര്യമാണ്. ഈ ചങ്ങായി പോകുന്ന വഴിക്ക് എന്ത് കീഴുമേലെന്ന് നോക്കുന്ന നോട്ടമൊന്നുമില്ല. ഞാൻ ഈ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നല്ലോ, ക്വൈറ്റ് ഐ എം ക്വിറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഞാൻ വിടുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു 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 പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അമ്മാതിരി ദുരിതം പിടിച്ച സ്ഥലത്ത് എവിടെയെങ്കിലും ചെന്ന് കയറുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അഥവാ തിരിച്ചു വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് അഡ്വാൻസ് ആയിട്ട് കിടക്കട്ടെ എന്ന് കരുതി ഇട്ടിട്ട് പോയെന്നാണ് അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഈ ധാറും കൊണ്ട് ആഫ്രിക്കയിൽ ചെന്ന് കിണർ കുഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇയാള് ബൈക്കും കൊണ്ടുപോയിരുന്നു, ബുള്ളറ്റും കൊണ്ടുപോയിരുന്നു. അത് അവിടെ ഉള്ളൊരു പ്രാന്തപ്രദേശത്തുകൂടി ഒരു വന മേഖലയിലൂടെ പോകുന്ന സമയത്ത് കുറച്ച് അകലെ ഒരു വെള്ളച്ചാട്ടം കണ്ടു. അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ഇയാൾ പിന്നെ തൊട്ടടുത്ത് കണ്ട ഒരു വഴി, ഇടവഴിയിലൂടെ വണ്ടി ഇറക്കി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വഴി തീർന്ന് പിന്നെ അവിടെ നിന്ന് നടന്ന് ആ വെള്ളച്ചാട്ടത്തിനവിടെ പോയി അതൊക്കെ കണ്ട് അവിടെയൊക്കെ ഒന്ന് കുളിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് കാണിച്ചു തന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഏരിയയിൽ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ്. ആ ഒരു കിലോമീറ്റർ കണക്കിന് ഏരിയയിൽ ഒരു മനുഷ്യനില്ല. ഈ പോണ വഴിക്ക് ഏതെങ്കിലും ഒരു വന്യമൃഗം ആക്രമിച്ചാലോ, ഇനി അതല്ല അവിടെ എന്തെങ്കിലും പറ്റിയാലോ ഒന്നും ആരും അറിയില്ല. നമ്മൾ കാണുന്നത് അങ്ങനെ അവിടെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കാണുന്നത് ഇവനെടുത്ത വീഡിയോ പിന്നെ റേഞ്ചുകളെടുത്ത് ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവൻ റിയൽ ആയിട്ട് അനുഭവിക്കുന്നതാണ്. അപ്പൊ ആ നിലയിൽ അതിസാഹസിക പരിപാടികൾ ചെയ്യുന്ന ഒരു ചങ്ങായിയാണ്. അതിവൻ മാത്രമല്ല, മാഹിയന്റെ പരിപാടി അതാണ്. മാഹിയൻ ആമസോൺ റിവറിൽ വലിയ മരങ്ങൾ വരെ, നമുക്ക് പിടിച്ചാൽ പിടിയറ്റാത്ത അലാക്കിന്റെ മരങ്ങൾ പോലും വെള്ളത്തിന്റെ അടിയിൽ കൂടെ വരുന്ന ഒരു ചങ്ങാടം കെട്ടി പോകുന്ന സാഹസം കാണിച്ചാണ്. ഈ വെള്ളത്തിന്റെ മുകൾ പരപ്പിലെ അത് കണ്ടിട്ട് അതുപോലെ ആയിരിക്കും എന്നാ കരുതിയത്. ആമസോൺ റിവറിലൂടെ ബോട്ട് ഓടുമ്പോൾ അത് സൈഡ് ഓരത്തൂടെയാണ് പോകുന്നതെന്നുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ല, നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കണ്ടേ. ഇത് അതിനേക്കാളും കഷ്ടമാണ്. അതായത് ഒരു വിധത്തിലുള്ള സുരക്ഷിതത്വം ഇല്ലാത്തടത്തൂടെയൊക്കെ ചെന്ന് കയറും. ഏത് ആള് മനുഷ്യനെ നരഭോജികളടുത്ത് വരെ ചെന്ന് കയറിയിട്ട് അവരോട് നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്ന് വീണ് കഴിഞ്ഞാൽ സംസാരിച്ച് ആൾക്കാരെ വീഴ്ത്തിക്കളയും. അമ്മാതിരി ഡയലോഗ് അവൻ അടിച്ച് സെറ്റാക്കും. നമ്മളെ പക്ക തനി മലപ്പുറം സ്ലാങ്ങിൽ. നമ്മളെ അടുത്താണ്, എനിക്കൊരു 4-5 കിലോമീറ്ററേ ഉള്ളൂ ദിൽഷാദിന്റെ വീട്ടിലേക്ക്. അങ്ങനെയാ. അപ്പൊ ആ ഒരു വേണ്ടാത്ത പോക്ക് പോകുന്നത് കൊണ്ട് ഇനി അതുപോലെ എന്തെങ്കിലും ആണോ എന്നൊരു ഭയമുണ്ടായിരുന്നു സത്യത്തിൽ. പിന്നെ എന്തെങ്കിലും വേണ്ടാത്തരത്ത് നിന്ന് കയറി എന്തെങ്കിലും പറ്റിയോ, ആരെങ്കിലും കാണാതിരുന്നോ. കാര്യം അന്ന് ആ കാട്ടിൽ പോയതിന്റെ ഒരു ഓർമ്മ എനിക്കുണ്ട്. അതിലൊരു വലിയൊരു ബേജാറ് എനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ആ വിഷയം അറിഞ്ഞ ശേഷം എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ വല്ലാണ്ട് വീഡിയോ ഉണ്ടാവില്ല. തേച്ച് കുറയാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നാണ് എനിക്ക് ആ ഒരു വിഷമം ഒരല്പം മുമ്പാണ് മാറിക്കിട്ടിയത്.
ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ നല്ല ആശ്വാസം തോന്നി. ഇപ്പോ ഒന്നുകൂടി ആശ്വാസം തോന്നി. പിന്നെ ചില ദുരൂഹതകളൊക്കെ തോന്നിയിരുന്നു ആദ്യം ആ പോസ്റ്റ് ഇട്ടപ്പോ. അത് അമ്മാതിരിയുള്ള ഏതെങ്കിലും, മേഘാലയല്ലേ സ്ഥലം, അമ്മാതിരിയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയതായിരിക്കാം. ഇനി ജീവൻ കൊണ്ടുവരുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഏതായാലും വളരെ വളരെ ആശ്വാസം തോന്നുന്നു. ദിൽഷാദ് വെൽക്കം ബാക്ക് അഗൈൻ എന്ന് പറഞ്ഞ് തിരിച്ചു വരും എന്നുള്ള ഒരു ആശ്വാസ വാർത്ത കേൾക്കുന്നത് കൊണ്ട്. പിന്നെ അവിടെ നിൽക്കുന്ന സഹോദരങ്ങൾ, അവരോട് വളരെ നന്ദിയുണ്ട്. ആള് മേഘാലയ, ആസാം ആ മേഖലയിൽ എവിടെയോ ഉണ്ട് എന്നറിഞ്ഞപ്പോ ഇവിടുന്ന് ചാടിത്തുള്ളി അപ്പൊ തന്നെ പുറപ്പെട്ടു പോയ ദിൽഷാദിന്റെ ചങ്കം കരളുമായിട്ടുള്ള പാറയുടെ അടുത്തുള്ള സുഹൃത്തുക്കളുണ്ട്. പിന്നെ മല്ലു ട്രാവലർ, അയാൾക്ക് അവിടെ കുറച്ച് ബൈക്കേഴ്സ് കുറെ സുഹൃത്തുക്കളുണ്ട്. അവരും കുറച്ചൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിനെല്ലാം ഉപരി ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുള്ള, ട്രാവലറാണ്, മലയാളിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സഹോദരൻ എക്സിൽ പങ്കുവച്ചിട്ടുള്ള ഫോട്ടോ സഹിതമുള്ള ഒരു കുറിപ്പ്, അതും വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാവർക്കും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്കറിയാലോ. നമ്മൾ പല രാഷ്ട്രീയക്കാരും പല ബഹളവും തല്ലുംപിടിയൊക്കെ നടത്തും, ചീത്ത വിളിക്കുന്ന കാര്യം ശരി. പക്ഷെ ഒരു ആപത്ത് വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുമല്ലോ. തന്നെയല്ലേ നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത്. നമ്മൾ പെഹഗാമിൽ കണ്ടില്ലേ, ഒരു കുറെ തെമ്മാടി കൂട്ടങ്ങൾ, ചെന്നായ്ക്കൾ കയറി ആക്രമിച്ച് നമ്മുടെ സഹോദരങ്ങളെ കൊന്നപ്പോ അന്ന് നമ്മൾ ജാതി, മതം, രാഷ്ട്രീയം എല്ലാം നമ്മൾ മറന്നില്ലേ? അവന്മാരെ ശരിയാക്കണമെന്ന് പറഞ്ഞില്ലേ? ഇന്ത്യയുടെ മനസ്സിനോടൊപ്പം നിന്നില്ലേ? അതുപോലെ നമ്മൾ മലയാളികളുടെ കാര്യത്തിലും ഇവിടെ നമ്മൾ രാഷ്ട്രീയമൊക്കെ പറയും, തമ്മിലടിയൊക്കെ കൂടും. പക്ഷെ ഒരാൾക്ക്, നമ്മളിൽപ്പെട്ട ഒരാൾക്ക് ഒരു ആപത്തുണ്ടായെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലത്തേക്ക് അതൊക്കെ അങ്ങോട്ട് മറക്കും, ഇല്ലേ? Different angles. Don't forget to subscribe and support this channel.